ഇന്ന് നമുക്കിവിടെ 2, 3 ഗസ്റ്റ് വരുന്നുണ്ട് ട്ടാ. ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തെ ചായക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 2 ഐറ്റം സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന്. ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരു ഐറ്റം കട്ട്ലേറ്റ് തന്നെ ആയിക്കോട്ടെ. പിന്നെ പഴം പൊരിക്കാന്ന് വിചാരിച്ചു ട്ടാ. പഴം പൊരിക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് കൊണ്ടുവരാൻ വേണ്ടി കുഞ്ഞുമോൻ പോയിക്കണ്. കട്ട്ലേറ്റിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും ട്ടാ. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാനും ഉണ്ടാക്കുന്നത്. എനിക്ക് ഇതിൽ ഓവർ മസാല ഇടണമൊന്നും ഇഷ്ടമല്ല. അത് മാത്രമല്ല ഞാൻ പുറത്തുനിന്ന് തീരെ ഓർഡർ ചെയ്യാത്തൊരു സാധനമാണ് കട്ട്ലേറ്റ്. എനിക്ക് പുറത്തുനിന്ന് ഈ ഓവർ മസാല ഇട്ടിട്ടുള്ള കട്ട്ലേറ്റ് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പെരയിൽ തന്നെ അടിയിൽ ഉണ്ടാക്കി തിന്നലാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഇട്ടെടുത്തു, ഉരുളങ്കിഴങ്ങ് ഇട്ടെടുത്തു, ഒക്കെ ഇട്ടെടുത്ത് മസാല അങ്ങോട്ട് ഞാൻ സെറ്റാക്കി വെച്ചു. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കാന്നിട്ട് ഞാൻ വിചാരിക്കണത്. ഒരു സമാധാനമാണല്ലോ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ എൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാത്രം കഴുകൽ ഇടയിൽ ഞാൻ കഴിക്കും. ഒരു 4 പാത്രമായാലും എനിക്കത് മൂടി വെക്കണം. അല്ലെങ്കിൽ വല്ലാത്തൊരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിക്കണേ. ഈ സമയത്ത് അസാനു നല്ല ഉറക്കാണ് കേട്ടോ. ഉമ്മ അസാനുവിനെ ഉറക്കിക്കണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം. അല്ലുമോനും ഇവിടെ ഇല്ല. അല്ലുമോനും കുഞ്ഞുമോനും പുറത്തുപോയി പോയിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം കട്ട്ലേറ്റിൻ്റെ പരിപാടി കഴിച്ചു. ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു. ഈ ടൈം കൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ട്ടാ. ഈ ചട്ടി ഉണ്ടല്ലോ ഇത് എൻ്റെ ഉമ്മ കൊണ്ടുവന്ന് തന്നിട്ട് എനിക്ക് കുടിയിരിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ കല്യാണത്തിൻ്റെ ഒരു 4 വർഷം മുമ്പായിട്ട് അവർ ഈ പെര കുടിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് കുടിയിരിക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുതിയ കിച്ചൺ ഉണ്ടായപ്പോൾ ഉമ്മ കുറച്ച് പാത്രങ്ങളായിട്ട് വന്നിരുന്നു മിഞ്ഞാന്ന്. കുക്കർ ഉണ്ടായിരുന്നു, അതേപോലെ ഈ ചട്ടി ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉമ്മ കൊണ്ടുവന്ന് തന്നു ട്ടാ. ഞാൻ കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഉമ്മാൻ്റെ ഒരു പൊറുതിയേട് അത്രേ ഉള്ളൂ. അങ്ങനെ പഴമൊക്കെ പൊരിച്ചു. അതിൻ്റെ ആദ്യത്തെ പഴം പൊരി ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാ. കുറച്ച് നേരം പുറത്തൊക്കെ പോയിന്ന് അത് ടേസ്റ്റ് നോക്കിക്കണ്ട്. പിന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കട്ലേറ്റും ഉണ്ടാക്കിയിട്ടാ. കട്ലേറ്റ് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഓവർ കരിക്കൊന്നും വേണ്ടല്ലോ. പെട്ടെന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയ കട്ലേറ്റ്. അപ്പോൾ പിന്നെ കുറച്ച് തോനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. എല്ലാവർക്കും തിന്നാലോ അല്ലേ. പഴംപൊരി പിന്നെ ഇടയിൽ ഇവിടെ ഉണ്ടാക്കലുണ്ട്. അതും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കട്ലേറ്റും ഞാൻ ടേസ്റ്റ് നോക്കി. അതും രസമുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ ഓര് വന്നു. ഓരോ വണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു വന്ന ഓട്ടോറിക്ഷ പോയി. അയാൾക്ക് ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് മൂപ്പര് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞുമോൻ വന്നിട്ട് കുഞ്ഞുമോനെ കൊണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അസാനുവിനെ ഓരപ്പോൾ പോകണം കേട്ടോ. പിന്നെ ഓനെ പറഞ്ഞയച്ചിട്ടൊന്നുമില്ല. അപ്പം അത്ര